വെൽക്കം ടു ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും വന്നേക്കുവാണ്. ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ ഒരാളും കൂടെ വന്നിരിക്കുകയാണ്. ഞാനിന്ന് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ കൂടെ വന്ന് നിന്നപ്പോൾ വെച്ച് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒണിയൻ റിംഗ് ആണ്. കല്ലുൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ വലിയ എരിയൊന്നും ഇല്ലാതെ ഉണ്ടാകും നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പം ഒണിയൻ റിംഗ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഒണിയൻ റിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ബൗള് ബ്രെഡ് ക്രംസ് ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ്. നമുക്ക് കടയിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റസ്ക് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കാം, അങ്ങനെ എടുക്കുകയും ചെയ്യാം. പിന്നെ ഒരു ബൗള് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം എടുത്താൽ മതി. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി എടുത്തേ ഉള്ളൂ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് കടിക്കുമ്പോൾ കിട്ടാൻ വേണ്ടി, അതിന് വേണ്ടിയാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സവോള കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിന്നെ എരിവ് വേണമെന്നുള്ളവർ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. ഞാൻ ഈ സവോള ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ സവോള ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചിട്ട്, ഒരുപാട് സ്ലിം ആയിട്ട് കട്ട് ചെയ്യരുത്, അപ്പം നമുക്കത് കറക്റ്റ് കിട്ടത്തില്ല. ഇച്ചിരി വീതിക്ക് ഈ ഒരു സൈസിന് കട്ട് ചെയ്ത് എടുക്കണം. ഈ ഒരു സൈസ് തന്നെ വേണം. സ്ലിം ആയി പോയാൽ പിന്നെ ഇത് കറക്റ്റ് സർക്കിളായിട്ട് തന്നെ വരാൻ വേണം. നമുക്കത് കീറിപ്പോയാൽ ചെയ്യാൻ പറ്റത്തില്ല. റൗണ്ട് ഷേപ്പിന് കിട്ടണം. സവോള ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതുപോലെ സർക്കിളായിട്ട് കട്ട് ചെയ്ത്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. മാവ് കുഴച്ച് അതിൽ മുക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. 1 കപ്പ് കോൺഫ്ലോർ ഞാൻ എടുത്തിരുന്നത് ഞാനിപ്പോൾ ഇതിലോട്ട് തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. കുറച്ച് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന റവ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഇടാം. മഞ്ഞൾപ്പൊടി ഞാൻ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തത്. കളറൊന്നും യൂസ് ചെയ്യുന്ന വേണ്ടാന്നുള്ളവർ ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് കട്ടിയുടെ ആവശ്യമില്ല, അപ്പം ഒരുമാതിരി കട്ടിയായി പോകും, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇനി അടുത്ത് നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ ആണ് പൊരിച്ചെടുക്കേണ്ടത്. ഞാനൊരു പ്ലേറ്റിലോട്ട് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചേക്കുവാണ്. ഈ മാവിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനപ്പോൾ അതിലോട്ട് ഒരെണ്ണം ഇടുകയാണ്. ഒരെണ്ണം ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തു. ഇനി ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇടണം. ബ്രെഡ് ക്രംസിലിട്ട് എടുത്തു. നന്നായിട്ട് പൊതിഞ്ഞ്, അപ്പോഴേ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഫ്രൈയിങ് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇതൊക്കെ സൺഫ്ലവർ ഓയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഉള്ളി ആയതുകൊണ്ട്, പിന്നെ പുറത്ത് ബ്രെഡാണ്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഒണിയൻ റിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നു. ഒരുപാട് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതൊരു റെസിപ്പി ആയിട്ട് ഇപ്പോൾ ഇട്ടത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ മുന്നിട്ട് കണ്ടതിന് ശേഷമേ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അൺസബ്സ്ക്രൈബ് ആയിപ്പോൾ. ഞാൻ ഒരു മിക്ക വീഡിയോസിലും പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായിട്ട് അതുവരെ കാണാം. അതുവരേക്കും ബൈ.